ഹലോ എവ്രി വൺ, വെൽക്കം ടു അഡ്വെഞ്ചർ ജേർണി. ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ കൊടുത്തില്ലേ? അടിപൊളിയല്ലായിരുന്നോ? അപ്പോൾ ഇന്ന് നമ്മൾ ഫാമിലി ഒരുമിച്ച് റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്ന ദൈവവചന ഭാഗം ഇതാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങളാണ്. നമുക്കൊക്കെ സുപരിചിതമാണ് ഈ വചനഭാഗം. മാതാവിൻ്റെ സ്തോത്രഗീതം അതിൽ മുഴുവനുണ്ട്. ശരിക്കും മാതാവിന് എത്രമാത്രമാണ് പിതാവായ ദൈവവുമായിട്ടുണ്ടായിരുന്നൊരു ബന്ധം, അടുപ്പം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഒരു ക്വാളിറ്റിയെക്കുറിച്ചാണ്. ഇതെല്ലാം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇതുണ്ടാവണം. ഇതാണ് ദൈവവുമായിട്ട് നമ്മളെ കൂടുതൽ ആഴമായൊരു ബന്ധത്തിലേക്ക് കൊണ്ടുപോകുന്നത്. സ്റ്റോറി ഇങ്ങനെയാണ്. ഒരു പ്രൊഫസർ, അദ്ദേഹം ഒരുപാട് പാണ്ഡിത്യവും അറിവുമൊക്കെ ഉള്ള ഒരാളാണ്. ധാരാളം ഡിഗ്രികളൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് തത്വശാസ്ത്രത്തിൽ കുറച്ചുകൂടി ഒരു പരിജ്ഞാനം നേടണമെന്നുള്ള ആഗ്രഹത്തിൽ അദ്ദേഹം വളരെ പണ്ഡിതനായ ഒരു സന്യാസിയെ സമീപിക്കുകയാണ്. അപ്പോൾ സന്യാസിയുടെ അടുത്ത് ചെന്നപ്പോൾ തന്നെ ഇദ്ദേഹത്തെക്കുറിച്ചൊരു വലിയ വർണ്ണനയൊക്കെ കൊടുത്തു. അപ്പോഴേ സന്യാസിക്ക് ഏകദേശം ആളുടെ ഒരു ലെവൽ മനസ്സിലായി. അങ്ങനെ ഒരു പഠനമൊക്കെ തുടങ്ങി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ പ്രൊഫസർക്കൊരു പ്രശ്നമുണ്ട്. എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പം അദ്ദേഹം ഇടയ്ക്ക് കയറി ഏത് വിഷയത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയാലും ഇദ്ദേഹം തന്നെ കൂടുതലായിട്ട് സംസാരിക്കും. സന്യാസി എന്തെങ്കിലും ഒരു ക്ലാസ് എടുക്കാൻ വരുമ്പോഴത്തേക്ക് അതിന് മുമ്പ് ഇദ്ദേഹം കുറേ കാര്യങ്ങളിങ്ങനെ പറയും. അപ്പോൾ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സന്യാസിയാണ്, അദ്ദേഹം എതിർത്തൊന്നും പറയുമോ ഇത് ഹേർട്ട് ചെയ്യുന്ന കണക്ക് സംസാരിക്കത്തോ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ദിവസം ഇതുപോലെ വളരെ സീരിയസ് ആയിട്ട് ക്ലാസ് തുടങ്ങുന്നതിനിടയ്ക്ക് സന്യാസി പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് പ്രൊഫസർ ഇവിടുന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങി. പെട്ടെന്ന് സന്യാസി സേവകനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ജഗ്ഗിൽ ചായയും ഒരു കപ്പും കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ക്ലാസ് നടക്കുക. പെട്ടെന്ന് സന്യാസി ഈ കപ്പിങ്ങനെ എടുത്ത് വെച്ചിട്ട് ഈ ജഗ്ഗിനകത്ത് നിന്ന് ഇങ്ങനെ ചായ ഒഴിക്കുവാണ്. അപ്പോൾ ഈ ചായ ഒഴിക്കുമ്പം ഈ കപ്പ് നിറഞ്ഞ് ചായ ഇങ്ങനെ ഇത് കണ്ട് പ്രൊഫസർ, ഇതെന്താണ്, അങ്ങേക്ക് കണ്ണ് കാണത്തില്ലേ, വെള്ളം ഇത് നോക്കൂ, ഈ ചായ നിറഞ്ഞു പോകുന്ന കണ്ടില്ലേ എന്ന് ചോദിച്ചു. സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുപോലെയാണ് അങ്ങയുടെ അവസ്ഥയും. അങ്ങയുടെ ഉള്ളിൽ സ്പേസ് ഇല്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ അറിവോ എന്തെങ്കിലും കാര്യം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അകത്തൊരു സ്പേസ് വേണമെങ്കിൽ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങ് എപ്പോഴും ഇങ്ങനെ നിർത്താതെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ആ ഉള്ളിൽ ഇനി എവിടെയാണ് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചൊരു അറിവ് നേടാൻ പറ്റുക? അപ്പം സന്യാസി ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് അഹന്തയാണ്. ഈ അഹന്ത നിറഞ്ഞു നിൽക്കുമ്പോൾ വേറൊന്നിനും അത് സ്വീകരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം നമുക്കറിയാം, അഹന്ത എന്ന് പറഞ്ഞ പ്രൈഡ് അല്ലേ, നിഗളം, അഹങ്കാരം. അതിന് എതിരായ പുണ്യം ഏതാണ്? എളിമ. അപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു മെസ്സേജ്, മാതാവിൻ്റെ എളിമ, ഔസപിതാവിൻ്റെ എളിമ. ഈശോ ഏറ്റവും ചെറുതായി സിമ്പിളായി ഭൂമിയിലേക്ക് വന്നതിൻ്റെ ബേസും ഈ എളിമയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫാമിലി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് എളിമയാണ്. നമ്മൾ തിരുഹൃദയ കൊന്തയുടെ ഇതിൽ പറയത്തില്ലേ, ഇങ്ങനെ ഒരു പ്രാർത്ഥനയിലെ, ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് യോജിച്ചതാക്കണം. അപ്പോൾ ഇതെന്ന് നമുക്ക് എത്രമാത്രം ഇതെന്ന് ക്രിസ്മസിൻ്റെ ഒരുക്കമാണ്, വീട്ടിലെ അറേഞ്ച്മെൻറ്റ്സൊക്കെ കാണും. ഇതിൻ്റെ ഈ സമയങ്ങളിൽ മുഴുവൻ ഈ ഒരു കുഞ്ഞു പ്രാർത്ഥന നമുക്കിന്ന് ഉരുവിടാം. ക്രിസ്മസിൻ്റെ തൊട്ടടുത്ത ദിവസത്തേക്ക് ഈ ഒരു എളിമ കൊണ്ട് നമ്മുടെ എല്ലാ ഹൃദയം നിറയട്ടെ. പോസ്റ്റേഴ്സ് കഴിയാറായി, ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. നിങ്ങൾ മനോഹരമാക്കുക. അപ്പോൾ നമുക്ക് സീ യു ടുമോറോ. ബൈ.